CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. പ്രതിനിധി സമ്മേളന നഗരിയിൽ മുതിർന്ന നേതാവ് പി കരുണാകരൻ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. സിജു കണ്ണൻ കാസർഗോഡ് എന്ന വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് കാഞ്ഞങ്ങാട് നിന്ന്. സിജു, പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. സമ്മേളനത്തിന്റെ ഇന്നത്തെ നടപടിക്രമങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? മനു, 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ആവേശത്തുടക്കമായിരിക്കുകയാണ്. ഇന്ന് രാവിലെ പ്രതിനിധി സമ്മേളനം നടക്കുന്ന നഗറിൽ മുതിർന്ന നേതാവ് പി കരുണാകരൻ ചെമ്പതാക ഉയർത്തിയതോടുകൂടിയാണ് ഈ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നത്. അതിനുശേഷം നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അന്തർദേശീയ വിഷയങ്ങൾ, ദേശീയ വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ കേരളത്തിലെ വിഷയങ്ങളെല്ലാം തന്നെ വിശദമായി പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് എ വിജയരാഘവൻ നടത്തിയത്. കിഫ്ബിയുടെ പേരിൽ മാധ്യമങ്ങൾ വ്യാജമായ പ്രചരണങ്ങൾ നടത്തുന്നു. കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സർക്കാരല്ല നിലവിലുള്ളത്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് തിരിച്ചടവിന് വരുമാനം കണ്ടെത്തേണ്ടതുണ്ട്. അത് PWD റോഡുകളിൽ നിലവിൽ കേരളത്തിൽ എവിടെയും സർക്കാർ ഈ രീതിയിൽ ടോൾ ചുമത്തുന്നില്ല. ദേശീയപാതയിൽ ടോൾ ചുമത്തുന്നതിനെതിരെ മാധ്യമങ്ങൾ നിശബ്ദത പാലിക്കുന്നു. കേരളത്തിൽ UDF-നെതിരെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെതിരെയും ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത്. വർഗീയതയുടെ ബ്രാൻഡ് അംബാസഡർമാരായി UDF-ഉം കോൺഗ്രസും മാറുന്നു. പാലക്കാട് തിരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമി, SDPI ഉൾപ്പെടെയുള്ള സംഘടനകളുമായി കൂടിച്ചേർന്നുകൊണ്ട് ഇടതുപക്ഷ മൂല്യങ്ങൾ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വർഗീയതക്കെതിരെ ശക്തമായ നിലപാടുമായി ഇടതുപക്ഷം മുന്നോട്ട് പോകും. വർഗീയതയ്ക്ക് മുന്നിൽ കീഴടങ്ങില്ല. ശക്തമായ പ്രക്ഷോഭവും സമരവുമാണ് പ്രതിരോധ മാർഗമെന്നാണ് എ വിജയരാഘവൻ പറഞ്ഞത്. സമ്മേളനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്ഘാടന സെഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷ കാലയളവിലെ പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഗ്രൂപ്പ് ചർച്ച നടക്കും. ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷം ഇന്ന് തന്നെ പൊതുചർച്ച ആരംഭിക്കും. 12 ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 317 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ഇതിൽ ഏരിയ സമ്മേളനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 281 പേർ, 36 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഇങ്ങനെയാണ് 317 പ്രതിനിധികൾ ഈ സമ്മേളനം. കണക്ക് വ്യക്തമാണ്. ഏതായാലും സമ്മേളനത്തിന്റെ വിവിധ നടപടിക്രമങ്ങളെക്കുറിച്ചാണ് സിജു നമ്മളോട് സംസാരിച്ചത് കാഞ്ഞങ്ങാട്ടെ സമ്മേളന നഗരിയിൽ നിന്ന്.